ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി സേമിയ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ചിലർക്കെങ്കിലൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി, പക്ഷേ ടേസ്റ്റ് നെയ്യായിരിക്കും. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് 250 ഗ്രാം സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. സേമിയ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് വേറൊരു പാത്രത്തിൽ 3 കപ്പ് വെള്ളവും 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സേമിയ നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടിയാൽ അതിലേക്ക് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പാലും വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കണം. സേമിയ നന്നായിട്ട് വെന്ത് വരണം. പിന്നെ ഇതിലേക്ക് പാല് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാല് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്. രണ്ടും 2 ടേസ്റ്റാണ്. സേമിയ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം, അതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. പിന്നെ നന്നായിട്ട് വറുത്തെടുത്ത സേമിയ ആയതുകൊണ്ട് തന്നെ ഉടഞ്ഞു പോകുന്നില്ല, വേറിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. വെള്ളമൊക്കെ വറ്റി സേമിയ ഏകദേശം വെന്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി പോവരുത്, ഒരു നുള്ളു മാത്രം മതി. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് കറക്റ്റ് എത്രയാണെന്ന് വെച്ചാൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനം ഈ ഒരു സമയത്ത് മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മധുരം കുറവായപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഷേപ്പുള്ള ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടി കൊടുത്തതിന് ശേഷം സൈഡിലും താഴ്ഭാഗത്തുമായിട്ട് പുരട്ടി കൊടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സേമിയൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന് മുകളിലായിട്ട് നെയ്യിൽ ഏതെങ്കിലും കുറച്ച് നട്ട്സ് നെയ്യിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം മുകളിൽ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും, കാണാനും ഭംഗിയുണ്ടായിരിക്കും. എന്നിട്ടിത് കുറച്ച് സമയം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് സെറ്റായി കിട്ടിയാൽ സൈഡ് ഭാഗം ഒരു കത്തി വെച്ചിട്ട് ഒന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉറപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.